ഹലോ. 27 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ റിലീസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതില് ഓർമ്മ എന്താണ്? അന്നത്തെ ഷൂട്ടിങ്ങിലുണ്ടായിരുന്ന ഒരു മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ എന്താണ് നമുക്ക്? ആ ഷൂട്ടിംഗ് ദിവസങ്ങൾ തന്നെയാണ്. ഞാനിപ്പോ നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു വെക്കേഷൻ ആസ്വദിക്കാൻ പോയിട്ട് എല്ലാവരുടെയും കൂടെ രാവിലെ ലൊക്കേഷനിൽ പോയി കളിയും ചിരിയും ഒക്കെ ആയിരുന്നു എൻ്റെ പ്രധാനപ്പെട്ട ഒരു ആകർഷണം അതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്. അല്ലാതെ കഥാപാത്രത്തിനെ കുറിച്ച് ആഴത്തിൽ ആലോചിക്കുകയോ ചിന്തിക്കുകയോ എങ്ങനെ ചെയ്യും എന്നൊന്നും ആലോചിച്ച് എനിക്ക് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ഇവരുടെയൊക്കെ കൂടെ ഇരുന്നുള്ള ചിരി കളി തമാശകളും ജയറാമേട്ടനും മണിയേട്ടനും ഒക്കെ പറയുന്ന തമാശ കഥകൾ കേൾക്കാനും അതൊക്കെയാണ് എൻ്റെ ഓർമ്മകൾ എന്ന് പറയാൻ. അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ്? ആ ഒരു ഷൂട്ടിങ്ങിൽ നിന്നും ഇപ്പം നിൽക്കുന്ന ഒരു മീൻസ് ആൾക്കാരെ ആരെയൊക്കെയാണ് മിസ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അത് മണിയേട്ടൻ ഉണ്ട്, സുകുമാരിയമ്മ നമ്മുടെ കൂടെ ഇല്ല, മയൂരി അന്ന് നമ്മുടെ കസിൻസിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മയൂരി ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അപ്പൊ ഇപ്പൊ ആലോചിക്കുമ്പോൾ അവരൊക്കെയാണ് നമ്മുടെ ഇടയിൽ ഇല്ലാത്തത്. ബാക്കിയുള്ളവരെയൊക്കെ നമുക്ക് എപ്പോ വേണമെങ്കിലും കാണാൻ കമ്മ്യൂണിക്കേറ്റും ചെയ്യാലോ. ഇത് പാക്കപ്പ് ആയതിനു ശേഷം എത്ര ദിവസം മഞ്ജു ചേച്ചിക്ക് ഹാങ് ഓവർ ഉണ്ടായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്നാലും ഭയങ്കര അത് ഇപ്പോഴും ഉണ്ട്. എൻ്റെ ഒരു ഹാങ് ഓവർ എന്ന് പറയാൻ ശരിക്കും ആ ഷൂട്ടിങ്ങിന്റെ ഓർമ്മകളും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അതിനർത്ഥം ഇപ്പോഴും ഹാങ് ഓവർ മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പൊ നല്ല ഓർമ്മകൾ തന്നെയാണ്. അതിന്റെ ഒരു ടെൻഷനും ഞാൻ ഏറ്റെടുത്തിട്ടില്ല. അതിനുള്ളൊരു തിരിച്ചറിവൊന്നും എനിക്ക് ഇല്ലായിരുന്നു സത്യത്തിൽ. അതിന് എനിക്ക് പൂർണ്ണമായിട്ടും സിബി സാറിനോടും രഞ്ജേട്ടനോടുമാണ് നന്ദി പറയാനുള്ളത്. അത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇതില് അഭിരാമിയുടെ ക്യാരക്ടർ ഇപ്പൊ ശരിക്കും ഈ സിനിമയെ കുറിച്ച് ആലോചിക്കുമ്പോഴും ഈ സിനിമ കാണുമ്പോഴും ഒക്കെ അഭിരാമിക്ക് മാത്രമല്ല എല്ലാ ക്യാരക്ടേഴ്സിനും അവരവരുടേതായിട്ടുള്ള ഭയങ്കര ലേയേഴ്സ് ഉണ്ട്. അത് ഇതില് ഇപ്പൊ അഭിരാമിയും ആമിയും നിരഞ്ജനും തമ്മിലുള്ള ഒരു വല്ലാത്തൊരു ഒന്നിനും ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്രണയം, ആഴത്തിലുള്ള ഒരു പ്രണയമുണ്ട്. അതേപോലെ അഭിരാമിയും ഡെന്നിസും തമ്മിലുള്ള ഒരു വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു സൗഹൃദമുണ്ട്. രവിശങ്കറും ഡെന്നിസും തമ്മിലുള്ള സൗഹൃദമുണ്ട്. അപ്പൊ അങ്ങനെ പല ക്യാരക്ടേഴ്സ് തമ്മിലും ഓരോ ക്യാരക്ടേഴ്സിന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ട്രാക്ക് എടുത്ത് നോക്കിയാലും എന്താ പറയാ, ഒരു വാക്കിലൊന്നും ഒതുക്കാൻ പറ്റാതെ അത്രയും ലേയേഴ്സ് ഉണ്ട് ഈ സിനിമയ്ക്ക്. അപ്പൊ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതിന് സിബി സാറിന്റെയും രഞ്ജേട്ടന്റെയും ഒരു കൺവിക്ഷൻ തന്നെയാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അത് നിങ്ങൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത് അത് സിബി സാറിനും രഞ്ജേട്ടനും മാത്രം അവകാശപ്പെട്ട ക്രെഡിറ്റ് ആണ്. എന്തുകൊണ്ടോ എല്ലാം കൊണ്ടും വളരെ എല്ലാ ചേരുവകളും ഒത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയും കൂടിയായി അത് കമേഴ്ഷ്യലിയും വലിയ സക്സസ് ആയി എന്നുള്ളത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. അല്ലാതെ ഈ കഥാപാത്രത്തിന്റെ ഞാൻ അറിഞ്ഞഭിനയിച്ചതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല ഈ സിനിമയെ കുറിച്ച്. കുതിരപ്പുറത്തുനിന്ന് വീഴാൻ പറഞ്ഞു, വീണു. അന്ന് വീണു, കയ്യൊക്കെ മുറിഞ്ഞു തോന്നല്ലേ. അതിന് തൊട്ട് മുമ്പാണ് ദയ എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ ഒരു ഷെഡ്യൂളോ അതോ അതിനു വേണ്ടി കുതിരയോട്ടം പഠിക്കുക അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട് ഞാൻ. അത് കൃത്യം എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അത് കാരണം ആദ്യമായിട്ട് കുതിരപ്പുറത്ത് കയറുന്നൊരു പേടിയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കുതിര ഇങ്ങനെ ഫ്രണ്ടിലെ കാലം പോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിലേക്ക് വീഴും. അപ്പൊ അന്ന് സേഫ്റ്റി ഒന്നും നോക്കിയില്ല, കുറച്ച് പുല്ലെന്തോ ഇട്ടിരുന്നു തോന്നുന്നു. അതുപോലും ആലോചിച്ചില്ലായിരുന്നു. അന്ന് ചാടാൻ പറഞ്ഞ് ചാടി, വീഴാൻ പറഞ്ഞ് വീണു. അന്ന് അറിവില്ലായിരുന്നു എന്ന് വേണം പറയാൻ. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ശരിക്കും അതിനെന്താ സേഫ്റ്റി എന്നുള്ളതെങ്കിലും ഞാനൊന്ന് നോക്കുമായിരുന്നു. അതൊന്നും അന്ന് ചിന്തിച്ചില്ല. അമിതാവേശം. ഇപ്പൊ ഈ സിനിമയില് വലിയൊരു പ്രത്യേകത തന്നെ എന്ന് പറയുന്നത് അതിനകത്ത് ആ ഒരു സസ്പെൻസ് ആണ്. ആരാണ് ആ കുട്ടി എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സസ്പെൻസ് പൊളിക്കാനായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പഴയ സിനിമയുടെ ആ മോഡിൽ തന്നെ ചെയ്യാൻ ഇപ്പൊ വേയുടെ സഹായമുണ്ട്. ഒത്തിരി ടെക്നോളജി വളർന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് എന്തെങ്കിലും തരത്തിൽ ആ ഒരു സസ്പെൻസിന്റെ ഒരു അവസാനം അതൊന്ന് മാറി ഇപ്പം പുതിയതായിട്ട് റിലീസ് ചെയ്യുമ്പോൾ അത് കാണാൻ കുറച്ചും കൂടി ഒരു ആൾക്കാർക്കൊരു ആകാംക്ഷ ജനിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചുകൂടായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് റിസർച്ച് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട്. ആ പൂച്ച പിടിച്ചിരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ വിരലിലെ ക്യൂടെക്സ് ഒക്കെ വെച്ചിട്ട് ആൾക്കാർ പലരിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ആ സിനിമയിൽ തന്നെ 2 പേരുടെയൊക്കെ അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്.
മയൂരിയിലും സംഗീത രസിക എന്ന് പറഞ്ഞാൽ അവരിലേക്ക് അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ പറയുന്ന പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ എനിക്ക് നേരിടേണ്ടി വരുന്ന ചോദ്യവും അതാണ്. അത് ആ ഒരു സസ്പെൻസ് അങ്ങനെ നിലനിൽക്കട്ടെ എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. ഇനിയും സമയമുണ്ടല്ലോ എന്നാണ് പറയുന്നത്.